നമസ്കാരം. മലപ്പുറത്ത് നിന്ന് ഒട്ടും സുഖകരമല്ലാത്ത, ഏറെ ഭയപ്പെടുത്തുന്ന ഒരു വാർത്ത വന്നിട്ടുണ്ട്. അവിടെ കഴിഞ്ഞ വർഷം നടന്ന കുംഭമേള, ആ കുംഭമേളയെ പരിപൂർണമായിട്ട് തകർക്കാനായിട്ട് ഭീകരന്മാർ ലക്ഷ്യമിട്ടു എന്നാണ് വാർത്ത. മലപ്പുറത്തുള്ള ചെമ്മാട് എന്ന സ്ഥലത്ത് നിന്ന് വൻ സ്ഫോടക വസ്തു ശേഖരം പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അന്വേഷണവും കാര്യങ്ങളും നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിലേക്കാണ് എത്തിയത്. കേരള പോലീസിലേക്കല്ല എത്തിയത്. അതുകൊണ്ടായിരിക്കണം അതിലെ കാണാച്ചരടുകളൊക്കെ അഴിച്ചെടുത്ത് വലിയ രീതിയിലുള്ള ചോദ്യം ചെയ്യലെല്ലാം കഴിഞ്ഞ സമയത്ത് ഒരു കാര്യം അവർക്ക് തെളിയിച്ചെടുക്കാൻ പറ്റി. ഇത്രയും വലിയ സ്ഫോടക വസ്തു ശേഖരം അവിടെ ഉണ്ടായിരുന്നത് എന്തെങ്കിലും പാറ പൊട്ടിക്കാനോ അതല്ലെങ്കിൽ പടക്ക നിർമ്മിതിക്കോ അല്ല. അതിനുള്ള ലൈസൻസ് അല്ല അവരിൽ ഉണ്ടായിരുന്നത്. ഒരു ലൈസൻസും ഉണ്ടായിരുന്നില്ല. പിന്നെ ചോദ്യം ചെയ്ത് വന്നപ്പോഴാണ് കാര്യം മനസ്സിലാവുന്നത്. തിരുനാവായയിൽ നടത്തിയ കുംഭമേള, മാഘമാസത്തിൽ നടക്കുന്ന കുംഭമേള, മാമാങ്കം എന്നൊക്കെയും പറയുന്നത്, അത് വലിയ രൂപത്തിൽ നടത്താൻ പദ്ധതിയിട്ടു. അങ്ങനെ വലിയ രൂപത്തിൽ നടക്കുകയാണെങ്കിൽ അത് ഹിന്ദുക്കളുടെ ഇടയിലൊരു വലിയൊരു ഉണർവ് സൃഷ്ടിച്ചു വയ്ക്കും. അവർക്ക് ഒത്തുകൂടാനും സത്സംഗാദി കാര്യങ്ങളിൽ പങ്കെടുക്കാനും അങ്ങനെ ആ പഴയ പ്രൗഢിയോട് കൂടിയിട്ട് മാമാങ്കം നടത്താനും കുംഭമേള അത് സഹിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല ഇസ്ലാമിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം, ഭീകരന്മാരെ സംബന്ധിച്ചിടത്തോളം. ആയതുകൊണ്ട് തന്നെ അതിനെ മുച്ചൂട് മുടിക്കാൻ തുടക്കത്തിലെ തന്നെ നുള്ളിക്കളയാനുള്ളൊരു ആസൂത്രിതമായിട്ടുള്ള പരിപാടിയുമായിട്ടാണ് ഇത്തരം സ്ഫോടക വസ്തു ശേഖരം അവിടെ കൂട്ടിവെച്ചതെന്നാണ് പറയുന്നത്. തുടക്കത്തിലെ ഒരു സംശയം സാധാരണക്കാർക്കുണ്ടായിരുന്നു. ഇത് പിടിച്ച സമയത്ത് തന്നെ ആളുകൾക്ക് ആ സംശയം ഉണ്ടായിരുന്നു, എന്തിനാണ് ഇങ്ങനൊരു സ്ഫോടക വസ്തു ശേഖരം അവിടെ ഉണ്ടാക്കിയതെന്ന്. പക്ഷെ അതെല്ലാവരും മനസ്സിൽ നിന്ന് മാഞ്ഞുപോയി. പിന്നീടാണ് NIA കേസ് എടുക്കുന്നതും അവരെ ഇഴകീറി പരിശോധിക്കുന്നതും ചോദ്യം ചെയ്യുന്നതും. ഒരാളെ ചോദ്യം ചെയ്തു, അയാളുടെ ലിങ്ക് പോയപ്പോൾ വിവരം പിടികിട്ടി. തിരുനാവായ കലക്കാൻ തന്നെയായിരുന്നു പരിപാടി. അതിനെ തകർക്കാൻ വേണ്ടി ലക്ഷ്യപ്പെടുത്തിയിട്ട് സമാഹരിച്ചതാണ് ഈ സ്ഫോടക വസ്തുക്കൾ എന്നവർക്ക് മനസ്സിലായി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മുഖ്യപ്രതിയായിട്ടുള്ള ഹാരിസ് ടിയെ NIA മഞ്ചേരിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. അയാളിൽ നിന്നാണ് ഈ സംഭവത്തെക്കുറിച്ചുള്ള അനേകം വിവരങ്ങൾ ലഭിച്ചത്. ഇവിടെ നമ്മൾ കണ്ടുവരുന്നൊരു കാര്യം, എല്ലാ തരത്തിലുള്ള ഗൂഢപ്രവർത്തികളെയും നിഗൂഢപ്രവർത്തികളെയും നികൃഷ്ടപ്രവർത്തികളിലൂടെയും കേരളത്തിലെ കലാരംഗം, കായികരംഗം, സാഹിത്യരംഗം, രാജനൈതിക രംഗം, ഉദ്യോഗാനുദ്യോഗസ്ഥന്മാരുടെ ആ രംഗങ്ങളും എല്ലാം തന്നെ ഇപ്പോൾ അവിടേക്ക് ഡൊമിനേഷൻ നടന്നു വരികയാണ്. ഹൈന്ദവ ജനത പതുക്കെ തള്ളി മാറ്റപ്പെടുകയാണ് കേരളത്തിൽ നിന്ന്. അവർക്ക് വാക്കില്ല, നോക്കില്ല. എന്തിനേറെ
കേരളത്തിലെ യൂട്യൂബേഴ്സ്, അതും വാസ്തവത്തിൽ ഇപ്പോൾ പലർക്കും അതൊരു ജോലിയാണ്. വാസ്തവത്തിൽ വലിയ വലിയ യൂട്യൂബേഴ്സുണ്ട്, 30, 40, 50 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർ. അവർക്ക് വലിയ രൂപത്തിൽ സാമ്പത്തിക കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അതുപോലും ഇവിടേക്ക് ഡൊമിനേറ്റ് ചെയ്യാൻ അവർ ശ്രമിക്കുകയാണ്. മറ്റുള്ള യൂട്യൂബേഴ്സ്, ഇൻസ്റ്റാഗ്രാമിലുള്ള ആളുകളെ അതിനകത്ത് കയറി തെറി പറയുക, ഈ യൂട്യൂബ് നടത്തുന്ന ആളുകളുടെ അമ്മയ്ക്കോ പെങ്ങൾക്കോ പോലും അവിടെ വായിക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ ആക്കി വയ്ക്കുക. ആയതുകൊണ്ട് പലരും, എനിക്കറിയാവുന്ന പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, പലരും എന്തിനാ വെറുതെ നമ്മൾ തല വെച്ച് കൊടുക്കുന്നത്. ഭാര്യ പറയും, ഭർത്താവ് പറഞ്ഞു, വേറെ തൊഴിലൊന്നുമില്ല, എന്തിനാ വെറുതെ. അപ്പോൾ ഇതുപോലെയുള്ള സഭയ്ക്ക് കൊള്ളാത്ത കാര്യങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ ഭാര്യ ഭർത്താവിനോട് പറയും, നമ്മൾ പോലീസിലൊന്നും അറിയിച്ചാലോ, സൈബർ പോലീസിൽ എനിക്ക് വേറെ വല്ല കേടുണ്ടാവും, അതാണ് നിർത്തി വെച്ചേക്ക്. ഇങ്ങനെ യൂട്യൂബ് പോലും തുടങ്ങി വെച്ചോണ്ട് നിർത്തിവെക്കുകയാണ് ഹൈന്ദവ ജനത. ഭയപ്പെടുകയാണ് അവർ. അതും വളരെ ആസൂത്രിതമായിട്ടാണ്. എപ്പോഴെങ്കിലും ഒരു ഹൈന്ദവൻ ഇവിടെ നടക്കുന്ന ഈ ഗൂഢപ്രവർത്തികൾ, ഭീകരപ്രവർത്തികൾ, ഇസ്ലാമിസ്റ്റുകളുടെ ഡൊമിനേഷൻ പ്രവർത്തികൾ അതിനോട് എന്തെങ്കിലും സൂചന നൽകി കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ വരും. അതൊരാൾ മാത്രമല്ല, കാക്കക്കൂട്ടത്തിൻ്റെ പോലെ അവിടെ നിന്ന് ചത്ത് ചെയ്ത് കിടക്കേണ്ടി കാക്ക വരും, അതൊന്ന് കൊത്തിത്തിന്നും, എന്തോ അവർ സംസാരിക്കും, അപ്പോഴേ അവിടെ 1000 കാക്കകൾ വരും. പിന്നെ അതിൻ്റെ അടിയിൽ ഈ സൈബർ ഗുണ്ടായിസമാണ്, പച്ചത്തറി ഗുണ്ടായിസം. സാധാരണഗതിയിൽ അവർ പലരും അതിലൊരു 90% ആൾക്കാർ ഒഴിഞ്ഞു പോകും, പ്രത്യേകിച്ച് സ്ത്രീകൾ അവർ ഒഴിഞ്ഞു പോകും. പിന്നെ മറ്റു പല ആൾക്കാർ അവിടെയും ഇവിടെയും തൊടിക്കാതെ എന്തെങ്കിലും പറഞ്ഞ് അതങ്ങനെ പോകും. അപ്പോൾ അവിടെയും ഈ ഡൊമിനേഷൻ നടക്കുകയാണ് സാരം. ഈ ഒരു സംഭവത്തെ ഇവിടെയുള്ള ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ പരിപൂർണമായിട്ട് ബ്ലാക്ക് ഔട്ട് ചെയ്തിരിക്കുകയാണ്, മൂടി വെച്ചിരിക്കുകയാണ്. കാരണം അവർക്കതേ പറ്റൂ. ഇവിടെ ഇപ്പോൾ ഈ കേൾക്കുന്ന നിങ്ങളോ ഞാനോ ഒരു TV ചാനൽ ആരംഭിക്കാൻ പദ്ധതി ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ പൈസ സ്വരൂപിക്കാനുള്ള പദ്ധതി ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ പൈസ വരികയായി. ഒരു ഹിന്ദു ചാനൽ, സപ്പോസ് ഒരു ഹിന്ദു ചാനലാണെന്ന് വെച്ചോളൂ, പൈസ പിരിക്കാൻ പോകുമ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് പറയും, ഞാനൊരു 2 കോടി രൂപ തന്നേക്കാം, അല്ലെങ്കിൽ ഞാനൊരു 5 കോടി തന്നേക്കാം. അവിടെ അയാൾ പരിപൂർണമായിട്ട് മുഖം പൊത്തി വീഴുകയാണ്, കമന്നടിച്ച് വീഴുകയാണ്. ആയതുകൊണ്ട് ഇവിടുത്തെ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ പരിപൂർണമായിട്ട് ഈ ഇസ്ലാമിസ്റ്റുകൾക്ക് കീഴ്പ്പെട്ട് നിൽക്കുകയാണ്. അവർക്ക് വേറൊന്നും പറയാൻ കഴിയില്ല. ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടി തീവ്ര ചിന്താഗതിയുള്ള ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ചാനലുകളാണ് ഇവിടെ ഉള്ളത് മുഴുവൻ. ഇതൊന്നും സാധാരണ അമ്മ പെങ്ങന്മാർക്ക് അറിയില്ലല്ലോ. അവരിത് കാണുന്ന സമയത്ത് അതാണ് അവരുടെ വേദവാക്യം. അതിൽ പറയുന്ന കാര്യങ്ങൾ എന്തോ അതാണ് സത്യമെന്ന് കരുതുകയാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ. ഈ ചാനലുകൾ മുഴുവൻ ഇപ്പോൾ അൽ കേരളം ചാനലുകളായിട്ട് മാറിയിരിക്കുകയാണ്. ഇസ്ലാമിസ്റ്റുകളുടെ വെള്ളം കോരികളും വിറകുകൊറ്റികളായിട്ട് നിൽക്കുന്ന ഈ ചാനൽ മുതലാളിമാർ സ്വാഭാവികമായിട്ട് മൗനം പാലിക്കും. അതേസമയത്ത് അവർക്ക് അവരുടെ മനസ്സിന് സന്തോഷം ജനിപ്പിക്കുന്ന രീതിയിൽ അനുരൂപമായിട്ട് എന്തെങ്കിലും വാർത്തയാണെങ്കിൽ അത് വിജൃംഭിപ്പിക്കും. അതാണിപ്പോൾ TG മോഹൻദാസിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. TG മോഹൻദാസിനെ പിടിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് ഏതോ നമ്മൾ തീവ്രവാദി സംഘടനകളെന്നൊക്കെ കേട്ടിട്ടില്ലേ, അഫ്ഗാനിസ്ഥാനിലൊക്കെയുള്ള അൽ-ഖ്വയ്ദ, അതിൻ്റെ നേതാക്കന്മാരെ പിടിച്ചു കൊണ്ടുപോകുന്ന പോലെയാണ് TG മോഹൻദാസിനെ പിടിച്ചു കൊണ്ടുപോയത്. അതിനെ വലിയൊരു സംഭവമാക്കി മാറ്റുകയാണ് ചെയ്തത്. അതേ സമയത്ത് TG മോഹൻദാസ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 10 ഇരട്ടി 100 ഇരട്ടി വലിപ്പമുള്ള കുറ്റകൃത്യങ്ങൾ പച്ചയായി ചെയ്തിട്ടുള്ള പച്ചകളെ പോലീസുമാരും തിരിഞ്ഞു നോക്കുന്നില്ല. എൻ്റെ കാര്യത്തിൽ തന്നെ നിങ്ങൾക്കറിയാം, പോലീസുകാർ നിർബന്ധിതരാകുകയാണ്, സമ്മർദ്ദം സഹിക്കവയ്യാതെ. ഒരു ഫോൺ ചെയ്തു കഴിഞ്ഞാൽ
മലപ്പുറത്ത് എത്തുന്ന ഒരാളാണ് ഞാൻ. ടി ജി മോഹൻദാസിൻ്റെ സ്ഥിതി അതാണ്. പക്ഷെ അവർ മലപ്പുറത്ത് നിന്ന് തമിഴ്നാട്ടിലേക്ക് വരികയാണ് എന്നെ പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പക്ഷെ അവർക്ക് മനസ്സിലായി ഇങ്ങനെ പിടിച്ച് വലിയ മുറിച്ച് വിലങ്ങ് വെച്ച് കൊണ്ടുകൊണ്ടിരുന്ന ആളല്ല, അതിൻ്റെ കാര്യമില്ല. ഞാനവരോട് പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ തലയിൽ വെച്ചിട്ടുള്ള മുദ്ര ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ മുദ്രയാണ്. നിങ്ങളൊരാൾ വിളിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പ്രസിഡൻറ്റ് വിളിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ നിങ്ങൾ ആ വിളിക്കുന്ന സമയത്ത് വന്നില്ലെങ്കിൽ ഞാനൊരു വിഡ്ഢിയായി മാറും. അപ്പോൾ അവർ പറഞ്ഞു ഒപ്പം വരണ്ട, സാമൂഹിക സൗകര്യമുള്ള ആഴ്ചകൾക്കുള്ളിൽ ഒന്നാമതി ഞാൻ മറ്റന്നാൾ വരാം. ഓ അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞു പോയി. ആ രീതിയിൽ പോലീസിന് സമ്മർദ്ദമുണ്ടായിരിക്കുകയാണ്. ഇപ്പം പിടിക്കണം എല്ലാവിധത്തിലുള്ള സംഭവങ്ങളും വാക്കുകൊണ്ടാകട്ടെ നോക്കുകൊണ്ടാകട്ടെ. ആരും ഒരാൾ ഒരു പ്രൊജക്ഷൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അയാൾ തല ഒന്നുയർന്നാൽ ഉടനെ തന്നെ ഒരു രൂപത്തിൽ മറ്റു വിധത്തിൽ അയാൾ അപ്പം തന്നെ അടക്കം വയ്ക്കും. ഇതിപ്പോൾ കേരളത്തിൽ സ്ഥിരം കണ്ടുവരുന്ന കാര്യമാണ്. കാരണം എന്താ, ഇത് കേരളമായി മാറിക്കഴിഞ്ഞു. അത് തന്നെ, വേറൊന്നുമല്ല കാര്യം. ഇവിടെ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. തിരുനാവായയിൽ കുറച്ച് ദിവസങ്ങളിൽ മാത്രമായിരുന്നു ആ മഹാമേള നടന്നത്. അതിന് ഒരുപാട് ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നുകൂടി. അവിടെയാണ് ഇത്രയും വലിയ ബോംബ് ശേഖരം അവിടെ ലക്ഷ്യം വെച്ചിട്ടാണ് ഇത്രയും വലിയ ബോംബ് മറ്റേ മാരക സ്ഫോടക വസ്തു ശേഖരം അവിടെ ഉണ്ടാക്കി കൂട്ടിയത്. ഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ല. പക്ഷേ ഗുരുവായൂർ തുടങ്ങിയ ക്ഷേത്രം, ശബരിമലയിൽ, ഗുരുവായൂർ, വൈക്കത്ത്, ഏറ്റുമാനൂർ, തൃശ്ശൂരിലുള്ള വടക്കനാഥൻ, അത്തരം ക്ഷേത്രങ്ങളിലൊക്കെ 365 ദിവസവും ആളുകൾ വരുന്ന ക്ഷേത്രങ്ങളാണത്. വലിയ ജനത്തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത്. ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ തീവ്രവാദികളെ, ഭീകരന്മാർ ലക്ഷ്യമിടുന്നത് മേൽപ്പറഞ്ഞ സ്ഥാപനങ്ങളെയായിരിക്കും, അവിടുത്തെ ആൾക്കൂട്ടത്തെയുമായിരിക്കും. ഏതായാലും മലബാർ കേന്ദ്രീകരിച്ചിട്ട്, എസ്പെഷ്യലി മലപ്പുറം കേന്ദ്രീകരിച്ച്, കോഴിക്കോട് കേന്ദ്രമാക്കിക്കൊണ്ട് പ്രധാനപ്പെട്ട ഇന്നത്തെ അവസ്ഥയിലേക്ക് അങ്ങോട്ട് കടത്തും ഇങ്ങോട്ട് കടത്തും, MDMA, ലഹരി എല്ലാം അതിന് ഏറ്റവും വലിയ ഒരു ആക്സസ്സായിട്ട് മാറിയിരിക്കുകയാണ്, ഒരു മാർഗമായിട്ട് മാറിയിരിക്കുകയാണ് കരിപ്പൂർ വിമാനത്താവളം. കരിപ്പൂർ വിമാനത്താവളം അടച്ചു കഴിഞ്ഞാൽ തന്നെ പകുതി സമാധാനമാകും. ഈ വിഷം കലർത്തൽ, ലഹരി കടത്തൽ എന്നിത്യാദി കാര്യങ്ങൾ അവിടെ നിൽക്കും. കരിപ്പൂർ വിമാനത്താവളം വന്നപ്പോൾ എല്ലാം എളുപ്പമാകുകയാണ് ചെയ്തത്. ഇനി ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ, മലപ്പുറം ഒരു കേന്ദ്ര ഭരണ പ്രദേശമാക്കി മാറ്റുക. വേറെ മാർഗമൊന്നുമില്ല. കാരണം ഇപ്പോൾ കണ്ടുവരുന്ന കാര്യങ്ങൾ മുഴുവൻ സ്ഫോടക വസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ലഹരി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നതിൻ്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ആളുകൾ 100 പേരുണ്ട്, 99 പേരും മലപ്പുറത്തു നിന്നുള്ളവരാണ്, ഇസ്ലാമിസ്റ്റുകളാണ്. ഇപ്പോൾ മലപ്പുറം ചെമ്മാട് നിന്നാണ് ഈ വലിയ സ്ഫോടക വസ്തു ശേഖരം പിടിച്ചിട്ടുള്ളത്. അത് NIA പിടികൂടിയതുകൊണ്ടും അവർ പ്രൊസീഡ് ചെയ്തതുകൊണ്ടും അവർക്ക് കിട്ടിയ വിവരങ്ങൾ പുറത്തു പറയാൻ പേടിയില്ല അവർക്ക്. അതുകൊണ്ട് നമ്മൾ ഈ സംഭവം അറിയുന്നു. ഇവിടെ കൂട്ടത്തിൽ പറയേണ്ടുന്നൊരു കാര്യമുണ്ട്. ഈ തിരുനാവായിൽ നടന്ന കുംഭമേള അടക്കമുള്ള കാര്യങ്ങൾ, ശബരിമലയിൽ നടക്കുന്ന അവിടുത്തെ ആചാരോപചാരങ്ങൾ ഇതെല്ലാം നശിച്ചാൽ നമുക്ക് പ്രശ്നമില്ല കേട്ടോ. നമുക്കെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾക്ക് ഒരു പ്രശ്നവുമില്ല. അവർക്കതൊരു വാർത്ത മാത്രമായിരിക്കും എന്ന് സാരം. കാരണം അവർ ഭൂരിഭാഗം ആളുകളും കാലത്തും ഉച്ചയും വൈകുന്നേരം പുഴുങ്ങി തിന്നുന്ന മതേതരത്വക്കായാണല്ലോ, മതേതരത്വ കിഴങ്ങ്. ആയതുകൊണ്ട് തന്നെ അവന്മാരെല്ലാവരും മതേതര കിഴങ്ങന്മാരായിട്ട് മാറിയിട്ടുണ്ട്. തൊട്ടപ്പുറത്തുള്ള ഹിന്ദുവിനോട് ചോദിക്കുകയാണ് വെറുതെ രസത്തിൽ, നിങ്ങൾ ഹിന്ദു ഏതാ മതം? ഇപ്പോൾ എടുത്തതിന് പറയുമ്പോൾ എനിക്കങ്ങനൊരു മതവും ജാതിയൊന്നുമില്ല, എല്ലാവരും മനുഷ്യന്മാരല്ലേ,
ഈ ഒരു വാക്കൊരു മുസൽമാൻ പറയില്ല. എന്താ നിങ്ങളുടെ വാദം? ഞാൻ മുസ്ലിമാ. എന്താ നിങ്ങളുടെ? ഞാൻ ക്രിസ്ത്യാനിയാ. എന്താ നിങ്ങളുടെ? ഓ, എനിക്കങ്ങനെ മതവും കാര്യങ്ങളൊന്നുമില്ല, ഞങ്ങളെല്ലാം സമമായിട്ട് മതേതരത്വം. അങ്ങനെ അവരൊക്കെയും മതേതര കിഴങ്ങന്മാരായിട്ട് മാറിയിരിക്കുകയാണ് ഹിന്ദുക്കൾ. മലപ്പുറം ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും മിനി പാകിസ്ഥാനായിട്ട് മാറിയതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇനിയും മതത്തിൻ്റെ പേരിൽ മതം പൊട്ടി നടക്കാത്ത വിവേകശാലികളായിട്ടുള്ള മുസ്ലിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, ഇപ്പോൾ അവിടെ ഭരിക്കുന്ന സംഘപരിവാറാണ്. സംഘപരിവാറിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എനിക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ അറിയണമല്ലോ, അറിഞ്ഞിട്ടുണ്ടായിരിക്കണമല്ലോ. നിങ്ങളിവിടെ കിടന്ന് ലീഗിൻ്റെ ബലത്തിൽ അധികം കളിച്ചാൽ മലപ്പുറം അങ്ങ് ഏറ്റെടുക്കും. മലപ്പുറം അവർ ഏറ്റെടുക്കും. പിന്നെ മലപ്പുറം ഇന്നത്തെ രീതിയിൽ തിരിച്ചു വരില്ല, അപ്രത്യക്ഷമായി പോകും. ആയതുകൊണ്ട് ഹിന്ദു വിരോധം മൂത്ത് തലതിരിഞ്ഞ് നടക്കുന്ന കഴിവേറി പിള്ളേരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അതിന് ശ്രമിക്കാതിരുന്നാൽ ഭാവിയിൽ വലിയ ഭവിഷ്യത്ത് യു.പിയിലും അതുപോലെ ഗുജറാത്തിലും ഉത്തർപ്രദേശിലും മൊത്തത്തിൽ വലിയ ഭവിഷ്യത്തുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അയ്യോ ഞങ്ങൾ ഇരകൾ, അപ്പോൾ പിന്നെ ഇരവാദം മുഴക്കും. ഇരവാദം മുഴക്കി നെഞ്ചത്തടിച്ച് വാവിട്ട് നിലവിളിക്കുന്ന സമയത്ത് മുസ്ലിങ്ങളെ നോക്കി പരിതപിക്കാനോ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ നോക്കി സഹതപിക്കാനോ ഒരാളുണ്ടാവില്ല കേട്ടോ, ഒരാളുണ്ടാവില്ല. ജയ് ശ്രീറാം, ഭാരത് മാതാ കി ജയ്. നമസ്കാരം.